തവണ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചൊന്ന് ഡിഫറെന്റ് ആയിട്ട് ഇത്തവണ പനീർ വാങ്ങുമ്പോൾ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി കുക്കറിലേക്ക് നെയ്യും ഓയിലും ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി റൈസ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്താലുണ്ടല്ലോ നമ്മുടെ റൈസ് റെഡിയായി. ഇനി പനീറിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഓയിൽ ഒഴിച്ച് പനീർ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ആ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ആ പനീർ വറുത്ത ഓയിൽ ചേർത്ത് കൊടുക്കാം. സവോളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായി വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഗരം മസാലയും മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ചേർത്താൽ നമ്മുടെ മസാല ഇവിടെ സെറ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മല്ലിയിലയും ഒക്കെ ചേർത്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ അടിപൊളി പനീർ ബിരിയാണി റെഡി.